സെക്സ് നീഡ് നോട്ട് ബി ലവ്. കോൺസ്റ്റൻറ്റ് ടെക്സ്റ്റിങ്ങും സ്നേഹമാവണമെന്നില്ല. ചിലപ്പോൾ സ്നേഹം ഭയങ്കര ക്വൈറ്റായിരിക്കും, ഡീപ്പായിരിക്കും. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇമോഷണലി സേഫ് ആണോ എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എല്ലാ ആസ്പെക്റ്റുകളെയും മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ചേർത്ത് പിടിക്കുന്ന ഒരാൾ. അതായത് നമ്മുടെ പേടി, നമ്മുടെ ദേഷ്യം, നമ്മുടെ സ്നേഹം, ദ വേ വി എക്സ്പ്രസ് ആർ ലവ്, നമ്മുടെ എക്സോഷൻ, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, എവറി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് അവേഴ്സ്. അല്ലാതെ ഒരു ഇമോഷണൽ സ്റ്റോം വരുന്ന സമയത്ത് ഉപദേശം തന്നെ നമ്മളെ ഫിക്സ് ചെയ്യുന്ന ഒരാളല്ല, അവോയ്ഡ് ചെയ്യുന്ന ഒരാളല്ല, ദേഷ്യപ്പെട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളല്ല. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പാർട്ട്ണർ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൂഫ് ചോദിച്ചുകൊണ്ടിരിക്കൂല. എന്നെ എത്ര ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമാണെങ്കിൽ ഇത് ചെയ്തു തരുമോ, അത് ചെയ്തു തരുമോ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവരെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അവരുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഏത് സിറ്റുവേഷൻസിലും നമുക്ക് വേണ്ട ഒരു റെസ്പെക്റ്റ് അവർ തന്നിരിക്കും. ആ റിലേഷൻഷിപ്പിന്റെ ഗ്രോത്തിൽ അവർക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരിക്കും. റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു ധൃതിയും കൂട്ടാണ്ട് വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മുടെ കൂടെ കംഫർട്ട് നോക്കിയിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക.